മണികണ്ഠനെ വരവേൽക്കുന്ന മനോഹരമായ ഒരു പൊന്നോണം കൂടി സമാഗതമായി. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മനോഹരമായ ഈ കായലോളങ്ങളുടെ ശബ്ദബീജുകൾക്കൊപ്പം പുലികളിമേളവും ചിങ്കാരിമേളവും നാടൻ പാട്ടുകളും നാടൻ കലകളും സമന്വയിക്കുന്ന വർണ്ണശബളമായ ഒരു നല്ല ഓണത്തിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ഈ ഓണാഘോഷം അടിച്ചു പൊളിക്കുവാനായി ഞാൻ പൊന്നോണത്തുരുത്തിലേക്ക് യാത്രയാണ്. അവിടെ എന്താണ് നടക്കുന്നറിയണ്ടേ? ഏതായാലും കാണാൻ പോകുന്ന പൂരം ഞാനായിട്ടത് പറഞ്ഞറിയിക്കുന്നില്ല, നിങ്ങളായിട്ടത് കണ്ട് ആസ്വദിച്ചു. പൊന്നോണത്തുരുത്തിൽ ഇന്നൊരു ഗംഭീരമായ മത്സരം ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. മലയാള സിനിമയിൽ ചിരിയുടെ തമ്പ്രാക്കന്മാരും വില്ലന്മാരിലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രാജാക്കന്മാരും അണിനിരക്കുന്ന ഒരു ഗംഭീരമായ ഓണസദ്യ ഇടിച്ചിരി മേളം. തൽക്കാലം വില്ലൻ വേഷങ്ങൾക്കും സ്വഭാവങ്ങൾക്കും ഒരു അവധി നൽകിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് നർമ്മം വിളമ്പുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന നമ്മുടെ വില്ലൻ ടീമായ ഇടി ടീമും ചിരിയിൽ നിന്നും കൂട്ടച്ചിരിയിലേക്കും കൂട്ടച്ചിരിയിൽ നിന്നും പൊട്ടിച്ചിരിയിലേക്കും നമ്മളെ നയിക്കുവാൻ എത്തുന്ന നമ്മുടെ ടീം ചിരിയും ഒന്നിച്ചു മത്സരിക്കുന്ന ഒരു ഗംഭീര ഓണസദ്യ ഇടിച്ചിരി മേളം. നമ്മുടെ ഇടിച്ചിരി ടീമുകൾ ഇന്ന് മത്സരത്തിനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കരയിൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പായി വീട്ടിൽ നിന്ന് അവർ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2 സ്പീഡ് ബോട്ടിലായി അതാ മത്സരിച്ചവർ തുടഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് നോക്കൂ, മത്സരിക്കാൻ അവർ ആവേശത്തോടു കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ ഇടിച്ചിരി മേളം ടീമുകൾ. ആദ്യം കരയ്ക്ക് ബോട്ടിൽ കൂടി കരയ്ക്ക് വന്നത് ഞങ്ങളാണ്. ആദ്യം എങ്ങനെ കരക്കുമെന്നാ പറയണത്? ബോട്ടിൽ കൂടി യാത്ര ചെയ്ത് കരയ്ക്കും. ഈ വെള്ളത്തിൽ കൂടി നമ്മുടെ ബോട്ട് വരുമ്പോ എല്ലാരും കണ്ടതാണ്. ജനങ്ങൾക്ക് അറിയാം ആദ്യം ആരാണ് എത്തിച്ചത്. ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഇവിടെ എത്തിയത്. ഓൾഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഓൾഡ് ഈസ് ഗോൾഡ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ന്യൂ ജനറേഷൻ. ന്യൂ ജനം എന്ന് പറഞ്ഞ പുതിയ തലമുറ, ഓൾഡ് ജനം എന്ന് പറഞ്ഞ പഴയത് അല്ല, പഴയതിന്റെ അകത്തുള്ള തന്തയുടെ പ്രായമുള്ളവനെ തല്ലിയുടെ പേരിൽ ഓണം ഇല്ലാണ്ടാക്കല്ലേ. നിനക്ക് ഒരു കാര്യം മനസ്സിലാക്കാതാണ്. എന്താണെന്നറിയോ, മോന്റെ പ്രായമുള്ള നിനക്ക് ഒറ്റ തൊഴി തന്നാണ്ടല്ലോ, നീ എവിടെ പോയി
അന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അച്ഛനല്ലാതൊരു ദൈവമുണ്ടോ അതിലും വലിയൊരു കോവിലുണ്ടോ? കോവിൽ നിന്നെ പോലുള്ളവനെ തോൽവിയും കോവിലും തിരിച്ചറിയാൻ വയ്യ മക്കളെ. ചേട്ടാ ഈ കാർമാരെ വിളിച്ചിട്ട് പോയേ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു. ഞാൻ ആരാന്ന് മനസ്സിലായി? നിങ്ങൾ ആരാണ്? ആരായാലും എന്തോ ഇവിടെ ഞാൻ മധ്യസ്ഥനാണ്. അത് മണം അടിച്ചപ്പോ മനസ്സിലായി. കാര്യങ്ങൾ എന്താണ് എന്തിനാണെന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ വിവരം വിദ്യാഭ്യാസമുള്ള ഒരു ചുണക്കൊട്ടനെ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട്. ആൺകുട്ടിയെ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ചുണക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ആൺകുട്ടിയെ. കാര്യങ്ങളൊക്കെ തത്ത പറയണ പോലെയാണ് പറഞ്ഞിട്ട് കൂടെ മോനെ. ഈ കാര്യത്തിലൊരു തീരുമാനം ഞാൻ പറയാം. ഞങ്ങളാണ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയട്ടെ. എന്റെ പൊന്നിയേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ സത്യം പറഞ്ഞാൽ ഇപ്പൊ പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ മത്സരം കാണാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് മത്സരിച്ചാൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളെ മത്സരം അപ്പുറത്തെ സ്ഥലത്താണ്, നമുക്ക് അങ്ങോട്ട് പോകണം. ആദ്യം പറഞ്ഞുകൂടായിരുന്നു. അല്ല, അതിന് പറയാൻ എനിക്ക് സ്ഥലം തരണ്ടേ. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ മത്സരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടു കൂടി അങ്ങോട്ട് പോകാൻ പറ്റും. പരസ്പര സ്നേഹം. ഞാൻ അതിനകത്ത് ഒരാളെ മാത്രമേ സ്നേഹിക്കുള്ളൂ, ഈ കുട്ടിയെ. ഒരു മിനിറ്റ്, നിങ്ങൾ വരുന്നോണ്ട് ഞങ്ങൾ ചിങ്കാരി മേളം ഒക്കെ അടിച്ചു പൊളിച്ച് ഇവിടെ എത്തിയിരിക്കും. എങ്ങനെ ചിങ്കാരി മേളം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, പെൺകുട്ടികളല്ലേ? അതെ അതെ. ഉണ്ടായിരുന്നു. പക്ഷെ 14 സെക്കൻഡിൽ പെണ്ണുങ്ങൾ നോക്കി കഴിഞ്ഞാൽ കേസാവൂടാ. അപ്പൊ ശരി, രണ്ടുപേരെ കൈ കൊടുത്ത് എല്ലാരും കൈ കൊടുത്ത്. നിയമമൊന്നുമില്ല. 14 സെക്കൻഡ് ആകണേന് മുമ്പ് 13 ആകുമ്പോൾ കണ്ണടച്ചിട്ട് വീണ്ടും നോക്കിയാൽ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, രണ്ട് കൂട്ടരോടെ കൈ കൊടുത്ത് ഒരു 6 രൂപ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇടിയും ചിരിയും ടീമും സെറ്റായിരിക്കുകയാണ് ഇവിടെ. ഇനിയിപ്പോൾ ഇടിച്ചിരി പൂരം തന്നെ തുടങ്ങാൻ പോവുകയാണ്. രണ്ട് ടീമിനെയും ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഒരു പ്രത്യേകമായ ഒരു കോംപ്രമൈസിലേക്ക് ഇവിടെ എത്തിരുന്നുണ്ട്. ഇത് നമ്മുടെ ഇടി ടീമാണ്. സെറ്റായിരിക്കുന്ന കറുത്ത ചുവയും ചുമല ലുങ്കിയും ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് നമ്മുടെ രഘുചേട്ടനും അതുപോലെ ബൈജു ചേട്ടനും നമ്മുടെ കിരൺ ചേട്ടനും ഡിനിയും അതുപോലെ ബിനീഷ് അജിത് ചേട്ടനും എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. ഇവിടെ ഇവരെ തോൽപ്പിക്കുവാൻ വേണ്ടി എന്ത് വാശി കൊടുത്താണെങ്കിലും നർമ്മം പറഞ്ഞ് ഇവരെ തോൽപ്പിക്കുവാൻ വേണ്ടി റെഡിയായിരിക്കും നമ്മുടെ അനീഷ് കുര്യന്നൂർ, സംക്രാന്തി നസീറും. നമ്മുടെ എനിക്കൊരു ഡൗട്ട്, എന്താ ഈ നർമ്മം പറഞ്ഞ് നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതാണോ അതോ ഞങ്ങൾ തോൽപ്പിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം? അല്ലല്ല, നമുക്ക് വേണ്ടത് രണ്ടുപേരും ഒത്തൊരുമയായിട്ട് നിന്നിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് ഓഡിയൻസിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. കണ്ടോ? അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ രവിചന്ദ്രൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കാര്യം ആദ്യം ചോദിച്ചപ്പോൾ അതിന് മുമ്പ് രണ്ടുപേരുടെ പറയാനുണ്ട്. സാധനം സുബിയും റെഡി ആയിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ ഈ തൃപ്പൂണിത്തറ കോവിലത്തെ തമ്പുരാട്ടിയും തമ്പുരാനും ഇരിക്കുന്ന പോലെ തോന്നും അല്ലേ? ഭയങ്കര അപ്പൊ കറക്റ്റായിട്ട് പോലെ തോന്നുന്നു. പല ആളുകളും പറയാറുണ്ട് ഞങ്ങളെ കാണുമ്പോൾ തമ്പുരാനോടെ പോയി, തമ്പുരാട്ടി ഇവിടെ പോയി. ഞാൻ അവിടെ നിന്ന് ആ കോവിലകത്തുനിന്ന് വേളി കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു മാറ്റം ഉണ്ടായതും ആ കോവിലകത്തിന് ഒരു ഭംഗി വർദ്ധിച്ചതും. അപ്പൊ തൊട്ടടുത്ത് ഇത് നാമാണ് ഇവിടുത്തെ അടിച്ചു തളിക്കാരിക്കുണ്ടായ ജാരസന്ധതി. അപ്പൊ എന്തായാലും ഉണ്ണി ഉണ്ടായതിനു ശേഷം ആ കോവിലകം നാട്ടുകാർ പൊളിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത്തവണ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഏറെയാണെങ്കിലും നമ്മുടെ സംക്രാന്തി നസീർക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രാവശ്യം. കാര്യം ഇദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. കോമഡി നടൻ
ഞാൻ അടുത്ത് വാ. ഓക്കെടാ. അപ്പോൾ രവിചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു ഞാൻ മലയാളത്തിന്റെ പല്ലവി പാടും, തമിഴ് പല്ലവി പാടും, ഹിന്ദി പല്ലവി പാടും, ഉറുദു ഏതാണ്ടൊക്കെ ഭാഷകളുള്ള പാട്ടുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചിട്ടൊന്നുമില്ല, അത് വല്ല പാടണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതനുസരിച്ചുള്ള സെറ്റപ്പ് കിട്ടിയാലേ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഓണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി നമുക്ക് പാടാം. ഓണത്തിനെ പറ്റി അപ്പോൾ ഒരു പാട്ടൊന്ന് പഠിക്കും, 4 പേര് പാട്ടൊന്ന് കേൾക്കും. പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം, പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം, പുൽക്കൊടി തൂകും പുതുമഞ്ഞൊരുകിയ രക്താഭരണം, രത്നാഭരണം, കവിയുടെ കരളി കവിതാമലരായി കനകാഭരണം, കനകാഭരണം, പുഷ്പാഭരണോ വസന്തദേവന്റെ തിരുവാഭരണം. ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ നമ്മളൊരു പാട്ടിൻ്റെ തുടക്കം പാടി ഒരു 2 ലൈനിൽ അവസാനിപ്പിക്കണം. അതായത് അന്താക്ഷരി പോലെ ഒരു ഗെയിമാണ്. ഇവിടെ നിന്നൊരു പാട്ട് പാടും, അതിൻ്റെ ഇവിടെ നിർത്തും, ഇവിടെ നിന്നൊരു അക്ഷരം പറയും, അതിൻ്റെ അക്ഷരത്തിൽ പിടിച്ച് പാടും, അക്ഷരത്തിൽ പിടിച്ച് പാടുക. അപ്പോൾ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഒരു പാട്ട് 2 ലൈൻ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കും, അതിൻ്റെ എൻ്റെ അവസാനം ലീഡർ രവിചേട്ടൻ 2 ലൈൻ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഇടി ടീമിൽ തുടങ്ങുന്ന ഒരു മത്സരമാണ് നമ്മുടെ ആദ്യത്തെ അന്താക്ഷരി ഗെയിം. മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഏതക്ഷരം? ഹരിനാമജപം, നല്ല പണിയാണ്, നല്ല പണി. ജീവിപ്പതാർക്കു വേണ്ടി, ജനിച്ചതാർക്കു വേണ്ടി, അക്ഷരം പറഞ്ഞോളൂ, അക്ഷരം പറഞ്ഞോളൂ. ജീവിക്കണത് ആർക്കു വേണ്ടി? അതെ അതെ അതെ. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ആയിരം പാദസ്വരങ്ങൾക്കിലും ആലുവാപ്പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി, ആയിരം പാദസരങ്ങൾക്കിലും ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. അല്ല, ഒഴുകി. കണ്ടു ഞാൻ പൂന്തിനാവിൽ, താരകങ്ങൾ പൊന്തിച്ച നീലരാവിൽ, പൂമലാളെ കണ്ടു ഞാൻ തേങ്ങിനാവിൽ, താരകങ്ങൾ പൊന്തിച്ച നീലരാവിൽ, നീലരാവിൽ. എഴുന്നേറ്റ് പഠിക്കോളൂ, ഡാൻസ് ചെയ്ത് പാടൂ. എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പോ പാടടി, ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പോ പാടടി. പാരിജാതം തിരുവിഴി തുറന്നു, പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീലോൽപലമിഴി, നീ മാത്രമേ
ഹൈപ്പിച്ചിൽ എഴുന്നേറ്റാൽ മാത്രമേ പാടാൻ പറ്റൂ. അതൊരു പാട്ടുകാരനെ അറിയൂ. പാട്ടിന്റെ ABCD അറിയാൻ വയ്യാത്ത ഇതുപോലുള്ള കുരങ്ങന്മാർക്ക് അത് പറഞ്ഞാൽ ഏതായാലും നമ്മുടെ അന്താക്ഷരി റൗണ്ട് ഇവിടെ മനോഹരമായിട്ട് ഇവിടെ അവസാനിച്ചു. ആര് ജയിച്ചു? അല്ലല്ല ഞാൻ പറയാം. അല്ല, ഇതിന്റെ റിസൾട്ട് യേശുദാസിന്റെ ഗുരുവിനായിരിക്കും. അപ്പോ നമ്മുടെ ഇടി ടീമും ചിരി ടീമും തുല്യ ഭാഗങ്ങളായി, അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് തന്നെ നമ്മുടെ ഈ അന്താക്ഷരി റൗണ്ട് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിജയി ആരെന്ന് അല്ലെങ്കിൽ പരാജയപ്പെട്ട ആരെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടുപേരും ഇതിൽ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, അടിപൊളി. അപ്പൊ എനിക്കൊരു കാര്യം പറയാം. ഈ പഞ്ചായത്ത് അല്ലല്ല ചിങ്കാരി മേളം. പഞ്ചായത്ത് മേളം കിഞ്ചാക്ഷരി അത് കിടക്കട്ടെ. ഈ ചിങ്കാരി മേളം ഞങ്ങൾക്ക് ഒന്ന് കൊട്ടിക കൊള്ളാന്നൊരു ഭയങ്കര തീർച്ചയായിട്ടും അതിനൊരു മത്സരമുണ്ട്. അതിനൊരു മത്സരമുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു മത്സരമുണ്ട്. ആദ്യം മത്സരത്തിൽ ഇവരാണ് അത് മത്സരം തുടങ്ങാൻ പോകുന്നത്. കാര്യം ഇപ്പം ഭീമൻ രവിചേട്ടനൊക്കെ ഒരുപാട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ആ ഡയലോഗ്, ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഇട്ടുതരും. ആ ഡയലോഗ് നിങ്ങൾ പറയണം. അതായത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഞങ്ങൾ ഞങ്ങളുടേതായ ഭാഷയിൽ പറഞ്ഞിരിക്കണം. അപ്പം ആദ്യം രവിചേട്ടൻ, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡയലോഗ് ഇവർക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു മത്സരം. ഡയലോഗ് അല്ല, കോമഡിയന്മാരായിട്ടുള്ള ഞങ്ങളുടെ മിമിക്രിയിലോ അല്ലെങ്കിൽ സിനിമാ ഡയലോഗ്. അപ്പൊ ആദ്യം രവിചേട്ടൻ്റെ ഒരു കിടിലൻ ഡയലോഗ്. വരണം മിസ്റ്റർ ഇന്ത്യയുടെ നാള് കുറെ ആയടാ കയ്യിന്റെ കാലിന്റെ കഴപ്പൊക്കെ തീർത്തിട്ട് വാടാ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അടിപൊളി. ഈ സാധനം ഇതിൽ രവിചേട്ടാ, ഇതിൽ ആര് പറയണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഈ ഡയലോഗ് ആര് പറയണം? അതിന് ചങ്കുറ്റുള്ളവരാരെ ഞാൻ കാണുന്നില്ല. അപ്പൊ ആ ഡയലോഗ് സുബി. ഓക്കെ. എന്ത് വൃത്തികേടായി കാണിക്കുന്നു. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ചുണക്കുട്ടനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഒരു ആൺകുട്ടിയെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആൺകുട്ടിയാണ്. ബാക്കി 4 പെണ്ണാണോ? നമ്മ പുപ്പുലി. മാന്യത പറഞ്ഞത് നോക്ക്. അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പയ്യൻ ഉടുത്തിരിക്കുന്നത് പാന്റാണ് അടിയിട്ടിരിക്കുന്നത്. അപ്പൊ അത് പ്രശ്നമല്ല. മറ്റേ അത് അടിപ്പാടാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. കൊറേ നാളെ കൈന്റെ തരിപ്പൊക്കെ ഒന്ന് തീർന്നിട്ട് അത് ഞാൻ പറഞ്ഞത്. അല്ല, ഓക്കെ. അപ്പൊ എന്തായാലും സുബി വളരെ മനോഹരമായിട്ട് അടിയല്ലേ ഒന്നും കൊണ്ടില്ല. നല്ല കൈയ്യടി കൊടുക്കാം സുബി. വളരെ മനോഹരമായി. ഇനിയിപ്പോൾ അടുത്തത്, നിങ്ങൾ ഏതെങ്കിലും നമ്മുടെ മലയാള സിനിമയിലെ ഏതെങ്കിലും നടന്മാർ അവതരിപ്പിച്ചൊരു കഥാപാത്രം ഏതാണ്, ആ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ ഇവരിൽ ആരെങ്കിലും സെലക്ട് ചെയ്ത് പറയിപ്പിക്കാം. അടുത്ത ഉടൻ നിങ്ങളുടെയാണ്. ഓക്കെ. ഈ പറഞ്ഞ ഡയലോഗ് ബീച്ചേട്ടൻ പറയണം. ഓക്കെ. താൻ ആരാണെന്ന് തനിക്കറിയാമല്ലേ താൻ എന്നോട് ചോദിക്കണം ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരും താൻ ആരാന്ന് ഞാൻ ആരാന്ന്. ഇനി താൻ ആരാണെന്ന് തനിക്കറിയണമെങ്കിൽ താൻ എന്നോട് ചോദിക്കും ഞാൻ ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരും താൻ ആരാന്ന് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആരാന്ന് താൻ ഞങ്ങൾ 2 ലൈനേ ആകത്തുള്ളൂ. അല്ല, അതൊരു 8 മണിയാണ്. നടക്കണവൻ നമ്മ കടാരക്ക് കുത്തരുത്. പിന്നെ താൻ ആരാന്ന് തനിക്ക് മനസ്സിലായില്ലെങ്കിൽ താൻ ആരാന്ന്. അപ്പൊ ഞാൻ പറയും താൻ ആരാന്ന്. താൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ താനൊരു കോപ്പും ഇവിടെ ചെയ്യില്ല. ഞങ്ങളുടെ കഷ്ടം. സുബി പറഞ്ഞ തണുക്കും എനിക്കറിയാവുന്ന മനുഷ്യനാ. പെണ്ണുങ്ങളുടെ മനസ്സ് കേട്ടാൽ അപ്പോഴേ താഴെ പോകുന്ന ആളാണ്. അതെന്തായാലും ബൈജോണത് പറഞ്ഞ് അങ്ങനെ നിർത്തി. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ബിനീഷ് ഒരു ഡയലോഗ് പറഞ്ഞു. പിള്ളേര് പിച്ച വെച്ച് തുടങ്ങുമ്പോഴേക്കും പണിയും കഴിഞ്ഞ് പിച്ചാത്തി വെച്ചാൽ നോക്കാൻ കത്തി കുത്തിയൊക്കെ പള്ളയുണ്ടടാ. ഒന്നുകൂടെ പറഞ്ഞു. പിള്ളേര് പണിയുന്നത്. ഏതായാലും ബിനീഷ് പള്ളയുണ്ടടാ.
അത്രേ ഉള്ളൂ. പിള്ളേര് പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് പിച്ചാത്തിയും കൊണ്ട് പണിയുന്നവനാണ് ഈ വിജിക്കുട്ടൻ. അല്ലേ? പിള്ളേര് പിച്ച വെച്ച് തുടങ്ങുമ്പോഴേക്കും പണി കൊടുത്ത് മടങ്ങിയവനാണ്. ആ പണി കഴിഞ്ഞ് പിച്ചാത്തി പള്ളേരെ വെച്ചാണ് ഈ കോക്കാൻ. നമ്മൾ കോമഡി പറയുമ്പോ നിങ്ങൾ സീരിയസ് ആയിട്ട് പറയണം. നിങ്ങൾ സീരിയസ് പറയുമ്പോ നമ്മൾ കോമഡി വരണം. ഇതുപോലെ ഇനി നേരെ ഇവിടുന്ന് ഉള്ള ഊഴം നമ്മുടെ പിള്ളേരുടെ ഞാൻ സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, മറ്റേ ചോട്ടാ മുമ്പേല് 2 ഇതുള്ളൂ പോർഷനുള്ളൂ. അത് ഇവൻ രഘു ചേട്ടൻ ഒന്ന് സീരിയസ്ലി പറഞ്ഞു. കാരണം നമ്മൾ ഇതുവരെ കോമഡിയിലാണ് കേട്ടത്. ഈശ്വര പൈപ്പിൽ വെള്ളം തീർന്നു, ഡ്രൈ അടിക്കേണ്ടി വരുമോ? ഈ സാധനം രഘു ചേട്ടൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. കാരണം സീരിയസ് ആയിട്ട് ഇതാരും പറഞ്ഞിട്ടില്ല. ഈശ്വര പൈപ്പിൽ വെള്ളം തീർന്നു, ഇനി ഡ്രൈ അടിക്കേണ്ടി വരുവാടാ. സീരിയസ്നെസ് അല്ല വേണ്ടത്. ഏതാ വേണ്ടേ? അമ്മ മരിച്ചു കിടക്കുമ്പം അതിന്റെ തലയ്ക്കും ഭാഗത്തിരുന്ന് ഈ സാധനം പറയണം. അതാണ് അമ്മ മരിച്ചു കിടക്കുന്നു, പൈപ്പിൽ വെള്ളം തീർന്നു. ഞാനെന്താ ചെയ്യണ്ടേ? ഡ്രൈ അടിക്കേണ്ടി വരുമോ? അപ്പൊ ഇനി നമ്മള് ഓണമായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എവിടെ ചെന്നാലും നമ്മൾ തിരുവാതിര കളി കാണും. അപ്പൊ തിരുവാതിര കളി മത്സരമാണ് 2 ടീമിനെ നമ്മൾ തരാൻ പോകുന്നത്. അതെ, തിരുവാതിര കളി മത്സരമാണ്. പക്ഷേ ഈ തിരുവാതിര കളിയിൽ ഒരു സസ്പെൻസ് ഉണ്ട്. അതെന്താ നമ്മൾ കളിച്ച് വരുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ആദ്യത്തെ അവസരം നമ്മുടെ ഇടി ടീമിന് തന്നെ കൊടുക്കാം. കാര്യം അവര് തിരുവാതിര കളിക്കാൻ റെഡി ആയിട്ടിരിക്കുക. രവിചേട്ടൻ്റെ അജിതേട്ടനൊക്കെ ആണെങ്കിൽ ആ മൈക്ക് മാറ്റി വെച്ചിട്ട് തിരുവാതിര കളിക്കാൻ സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പൊ റെഡി, ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് വരും. പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. സർപ്പനായക ഭൂഷയേന്ദും സാംബശിവനുടെ ചാരുകളത്തിൽ. സർപ്പനായക ഭൂഷയേന്ദും സാംബശിവനുടെ ചാരുകളത്തിൽ വിഘ്നമൊഴിഞ്ഞൊരു നാളിരകാത്മജ ഭരണമാലികയും അമ്പൊടു ചാത്തി. പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് അതിൻ്റെ ഒരു പവർ ഉണ്ട്. അത് ഭർത്താവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഭാര്യമാരി വ്രതമെടുത്ത് ചെയ്യുന്ന ഒരു കളിയാണ് ഈ തിരുവാതിര. അതെ അതെ. അപ്പൊ ഇപ്പൊ കളിച്ചത് തിരുവാതിരയിൽ പെടുവോ? ഇത് ഒരുമാതിരിയാണ്. തിരുവാതിരയുടെ ഇടയ്ക്ക് കുലുക്കി താക്ക അത് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കാത്തുള്ളൂ. തിരുവാതിരയായിട്ട് കൊണ്ടുവന്ന അതിന്റെ ഭംഗികളി. നമ്മുടെ ചിരി ടീം തിരുവാതിരയ്ക്ക് വേണ്ടി റെഡി ആയിരിക്കണം. പൊൻവള
ചേട്ടാ തൃശ്ശൂര് പോയി കഴിഞ്ഞാൽ പുലിക്കളിക്ക് നല്ല പൈസ കിട്ടും. ഒരു മിനിറ്റ് എല്ലാവരും ഇരിക്കും. എല്ലാവരും ഒരു നഗ്നസത്യം ഒരു മിനിറ്റ്. ഇവിടെ എന്താ ഏർപ്പാടെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല ആശ്വസിപ്പിക്കാൻ ബിജുട്ടാ, അവിടെ ആശ്വസിപ്പിക്കാൻ ആൾക്കാരുണ്ട്. ഇനി വരൂ പ്ലീസ്. ഈ തിരുവാതിരകളിയിൽ ആരാണ് വിന്നർ? തിരുവാതിരകളി ജയിച്ചത് ഇപ്പൊ ഞാൻ തിരുവാതിരകളി ജയിച്ചത് എന്റെ ബിജു ചേട്ടൻ ലീഡ് ചെയ്ത തിരുവാതിര. കണ്ടോ അവിടെ മാർക്ക് കിട്ടി. പക്ഷേ വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള എന്റെ അല്ല ഇതിലെ ഞാൻ നിഷ്പക്ഷമായിട്ടുള്ളൊരു വിധി പറയാൻ പോവുകയാണ്. ഇതിന് മുമ്പ് നമ്മുടെ ഡയലോഗ് വേർഷൻ അതായത് എക്സ്ചേഞ്ച് ഓഫർ വന്നപ്പോൾ അതിലെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ഇടി ടീമായ ഭീമന്റെ ചേട്ടൻ ടീമാണ്. നമ്മുടെ തിരുവാതിര കളിയിൽ അവരും സമ്മതിച്ച ഒരു കാര്യം പറയുന്ന പോലെ തന്നെ തിരുവാതിര കളിയിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ചിരി ടീമാണ്. ഓക്കെ റെഡി. താങ്ക് യു. അല്ല ഇവിടെ എന്താ ഏർപ്പാട് തുടക്കം പോലെ ബിജു ഇവിടെ എന്താ പരിപാടി? അല്ല സുബി വന്നപ്പോൾ ഒരു കുടുംബമായി ആയിക്കോ നിങ്ങൾ. ഇതിന് പരിപാടിക്ക് വരുമ്പോ തന്നെ ഇത് പരിപാടിയാണ് ഫ്ലവേഴ്സ്. അല്ലേ ഇതെന്താ അധികം ഇതെല്ലാരും സംഭവം അറിയണം. ഇത് വന്നപ്പോ ഒരു സുബിയുടെ പുറകെ എന്താ കേസ് എന്താ പറയുക? ചേട്ടാ വില്ലനായിട്ട് 25 വർഷമായിട്ട് നടക്കുകയാണ് ഒരു സംഭവം നടക്കുകയാണ്. കോമഡിയിലോട്ടൊക്കെ തിരിഞ്ഞ അത് ശരി, അതിനുവേണ്ടിയുള്ള സംഭവം. കോമഡിയിലേക്ക് കടക്കാം. എങ്ങനെയാണ് കോമഡിയിലേക്ക് തിരിഞ്ഞോ? അല്ല പെണ്ണുങ്ങളുടെ പുറകെ തിരിയണേ. ട്രാജഡി ആവരുത്. കൈകൊട്ടെടുത്ത ഫൗളാണ്. തന്തയ്ക്കു ശ്വാസം നിലച്ചപ്പോൾ തന്റെ ശ്വാസം കൊടുത്തവനെ. അടുത്ത മത്സരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഓണമായപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഭവങ്ങളുണ്ട്. സബർജില്ലിയുണ്ട്, ഓറഞ്ചുണ്ട്, ആപ്പിളുണ്ട്, ഏത്തക്കയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തരുന്നതല്ല. ഇതൊരു മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ നിന്ന് 2 പേര് വെച്ച് നമ്മൾ ഇതിൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ കിട്ടുക. കൈ കിട്ടിയിട്ട് നമ്മൾ വാ കൊണ്ട് കടിച്ചെടുത്ത് ഈ സാധനം അവിടെ 4 കൊട്ടയിരിപ്പുണ്ട്. ഈ 2 ടീമിൽ നിന്നും ഈ 2 പേര് വന്ന് ആ കൊട്ടയ്ക്കകത്ത് ഫില്ല് ചെയ്യും. ആദ്യം ഒരു പ്രാവശ്യം ഏത്തപ്പഴം കടിക്കണം, രണ്ടാമത് ഏത്തപ്പഴം തന്നെ കടിക്കണം. അല്ലല്ല, ഇതിനകത്ത് ഒരു ടീമിന് ഇപ്പോൾ 2 വിഭവം തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ആപ്പിൾ തിരഞ്ഞെടുക്കാം, ഓറഞ്ച് തിരഞ്ഞെടുക്കാം. ഈ ടീമിന് വേണമെങ്കിൽ ഏത്തപ്പഴവും അതുപോലെ സബർജില്ലി ഏത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആദ്യം പറയുക. അങ്ങനെ തിരഞ്ഞെടുക്കാം. 4 വിഭവങ്ങളാണ്. അപ്പം നിങ്ങൾ ഏത്തപ്പഴം ഒരു വിഭവം കൂടെ പറയാം. ഏത്തപ്പഴവും ആപ്പിളും. നിങ്ങൾ അതായത് അറ്റ് എ ടൈമിൽ ഒരു ടീമിൽ 2 പേര്. ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ മറ്റേ പുറകെ നിൽക്കാം. ഇത് എടുത്തുകൊണ്ട് പോകുമ്പോൾ മറ്റേ കടിച്ചെടുത്തോണ്ട് പോവാം. അല്ല ഞങ്ങളിപ്പോ കൊണ്ട് അവിടെ ഇട്ടു. അപ്പൊ ഞാൻ അവിടെ ഇട്ടതിന് ശേഷം ഈ ടീമിലിരിക്കുന്ന വേറെ ആൾക്കൊന്നും ഇടാം. വേറെ കൂടെ എക്സ്ചേഞ്ച് പോവാം. അപ്പം ഏറ്റവും കൂടുതൽ ഇടുന്നവർക്കാണ് ഈ മത്സര വിജയമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. മ്യൂസിക് തുടങ്ങുമ്പോൾ നമ്മൾ മത്സരം തുടങ്ങും. മ്യൂസിക് അവസാനിക്കുമ്പോൾ നമ്മുടെ ഈ മത്സരം അവസാനിക്കുകയാണ്. അത് 2 പേര് വരും. ഓക്കെ റെഡി. മ്യൂസിക് സ്റ്റാർട്ട്. ഗെയിം. കൈ കൊണ്ട് വരരുത്. ബിജുക്കുട്ട ഫൗള് കാണിക്കില്ലേ? കൈ തൊടാൻ പാടില്ല. ഫൗള് കാണിക്കരുത്. ഇല്ല കൈ ആരും തൊടരുത്. കൈ പറ്റില്ല. ഒരു ഫൗളുണ്ട്. കൈകൊണ്ടെടുത്ത ഫൗളാണ്. ഇടയ്ക്കൊരു ഫൗൾ 1-2 പേരെ കാണിച്ചെങ്കിൽ പോലും നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇത് അപ്പൊ മത്സരത്തില് ഇനി ആദ്യം ഇടി ടീം എത്ര ആപ്പിൾ എടുത്തു നമുക്ക് നോക്കാം. 8 ആപ്പിൾ അല്ലേ? ഏത്തപ്പഴം
ഏത്തപ്പഴം എണ്ണ ഇച്ചിരി പാടാ. ഏത്തപ്പഴം ഒരു കൊലയുണ്ട് കേട്ടോ. 4, 5, 6, 7, 8, 9, 10, 11, പക്ഷെ 12, ഏത്തപ്പഴത്തിന് 13, അര പോയിന്റ് അര പോയിന്റ് 15 ഏത്തപ്പഴവും നിക്ക് അപ്പൊ നമ്മുടെ ഇടി ടീം 15 ഏത്തപ്പഴവും 8 ആപ്പിളും കടിച്ചെടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ ചിരി ടീം ഓറഞ്ച് അവരെണ്ണട്ടെ അത് കൊണ്ടുപോയിക്കോളാം. ഇത് ആരോ 6. അതിനകത്ത് എലി 23. കൊട്ടയിലുള്ളതേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മള് ഇവിടെ വിജയിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇതിൽ ഈ മത്സരത്തിൽ നമ്മുടെ ഇടി ടീം വിജയിച്ചിരിക്കുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ബാശിയേറിയ ഒരു മത്സരം ഇവിടെ കഴിഞ്ഞു. മത്സരത്തിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കൊഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഗാനം. ബൈജോട്ടെ, ഏത് പാട്ടാ പാടാം? വെള്ളിച്ചില്ലും വിതറി എന്നുള്ള പാട്ട്. ഓക്കെ, ഒരുപാട് വെള്ളി വിതറരുത്, പാടിക്കൊള്ളൂ. ഇല്ല, വെള്ളി വിതറില്ല. എല്ലാവർക്കും ഞാനൊരു ഗായകനൊന്നും അല്ല, പക്ഷെ ഞാൻ സുബിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നത്. ഇത് എന്തോ ഒരു വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. താങ്ക് യു. അടിപൊളി. നമ്മളെല്ലാം കയ്യടിച്ച് നന്നായി. ആ വെള്ളികളൊന്നും പുറത്തറിഞ്ഞില്ല. ഇതാണ് ജില്ലന്മാരുടെ ഒരു പ്രശ്നം. എന്താ വെച്ചാൽ കൂട്ടത്തിൽ ഇരുന്ന് ഭാരം എന്റെ പിള്ളേരി ഇവിടെ രാജാക്കന്മാരായിട്ടുള്ള എന്റെ പിള്ളേരി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് പാടിയത്, അല്ലാണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയ പാട്ടല്ല. അല്ല, അവിടെയാണ് തെറ്റിയത്. ഇത് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടല്ല, ഇത് സിനിമയിലെ പാട്ടാണ്. അല്ല അങ്ങനെ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് പിന്നീട് ചിരിനുരയല്ലേ? എനിക്ക് അനീഷ് കുറിയുടെ 2 ലൈൻ പാട്ട് കേൾക്കണമെന്ന് താല്പര്യമുണ്ട്. കാര്യം ഇത്രയും നേരം അദ്ദേഹം ഇങ്ങനെ പാടണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. 2 ലൈൻ നമുക്ക്. തന്തയ്ക്കു ശ്വാസം നിലച്ചപ്പോൾ തന്റെ ശ്വാസം കൊടുത്തവനെ സ്വന്തം ശ്വാസം കൊടുത്തവനെ. നല്ല പാട്ട്. സത്യമായിട്ടാണ് പാടിയെങ്കിലും കുരുത്തം കിട്ടണ പാട്ടാണ്. ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളെ ബിജുക്കുട്ട, നിങ്ങൾ രണ്ടുപേരുടെ ഏതോ ഒരു പാട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ കൂട്ടത്തിൽ പിന്നെ രവിചേട്ടൻ, ബിയുംബായി, പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ ഡിനിയൊക്കെ പാടും, അതേപോലെ തന്നെ ബൈച്ചേട്ടൻ പാടും. അതൊക്കെ നമ്മൾ നേരത്തെ അറിയാം. അതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. പാട്ട് പാടിയ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ ഒരു സോങ്, ഞങ്ങളുടെ അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഉടമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി. അപ്പൊ അതാണ് പാട്ട്. പക്ഷെ ആ പാട്ട് ഞങ്ങൾ മൊത്തത്തിൽ ഒരു വർണ്ണ ശബളമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു തിരിച്ചു പാടില്ല. കുറച്ച് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത കുറെ പേരുണ്ടല്ലോ, എത്രയോ നടിമാര്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കാര്യം. ഓക്കെ. അമല പോളിന ശ്രീയ നമിത നാദിയ ശ്രീന്ദ ഉർവശി ഊർമിള ഉണ്ണി ജ്യോതിർമയി ജുബൽ മാളവിക. അമല പോളിന ശ്രീയ നമിത നാദിയ ശ്രീന്ദ ഉർവശി ഊർമിള ഉണ്ണി ജ്യോതിർമയി ജുബൽ മാളവിക. കവിയൂർ പൊന്നമ്മ ബാമ KPSC ലളിത റോമ. കവിയൂർ പൊന്നമ്മ ബാമ KPSC ലളിത റോമ. സരിത സംഗീത ഗീത സുകന്യ സമൃദ്ധ സുംബ്രാൻ. സരിത സംഗീത ഗീത സുകന്യ സമൃദ്ധ സുംബ്രാൻ. ലക്ഷ്മി പ്രിയ കാവേരി മിത്ര ഭാനു പ്രിയ മല്ലിക ചിത്ര. ലക്ഷ്മി പ്രിയ കാവേരി മിത്ര ഭാനു പ്രിയ മല്ലിക ചിത്ര. മഞ്ജുമീര മേനക മാധവി മീനാക്ഷി മോഹിനി രംഭ. മഞ്ജുമീര മേനക മാധവി മീനാക്ഷി മോഹിനി രംഭ. അമല പോളിന ശ്രീയ നമിത നാദിയ ശ്രീന്ദ ഉർവശി ഊർമിള ഉണ്ണി ജ്യോതിർമയി ജുവൽ മാളവിക. ശരിയല്ല. അത് താനെന്താ ഈ സുബിയുടെ പേര് പറയാഞ്ഞത്? ഞാൻ പാട്ട് തുടങ്ങിയപ്പോഴേ പറഞ്ഞു നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്, ഇല്ലാത്ത കുറെ അധികം ആളുകൾ. അവർക്ക് വേണ്ടിയാ പാടിയത്. അവർക്ക് വേണ്ടി അല്ല. ഞാനൊരു കാര്യം ബൈജുവിന്റെ പറഞ്ഞത്, ഇത് നമ്മുടെ മാവേലിയുടെ ഓണോ സുബിയുടെ ഓണോ അല്ല. ഇനി നമുക്കൊരു മത്സരം എന്ന് പറയുന്ന ഒരു ഡ്യുവറ്റ് സോങ് അഭിനയിക്കുക. അതായത് പാട്ട് നമ്മൾ അവിടെ ഇടും,
നിങ്ങൾ ഇവിടെ അഭിനയിച്ച് തകർക്കുക എന്നുള്ളതാണ്. അത് ഈ 2 പേരിനാണ് ആ അവസരം കൊടുക്കുന്നത്. ഇതൊരു മത്സരമല്ല. ഫസ്റ്റ് കൊടുക്കാൻ പോകുന്ന ഒരു ചോയ്സ് നമ്മുടെ ബിജുക്കുട്ടനും ഡിനിക്കുമാണ് ചോയ്സ് കൊടുക്കാൻ. ബിജുക്കുട്ടനും ഡിനിയും ഒരു യുഗ്മഗാനത്തിന് ചുവടും. ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം, മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. തോഴികളറിയും മുൻപേ മാമുനി ഉണരും മുൻപേ ഹൃദയത്തിൻ പന്തികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ. കരിഞ്ഞ മോഹൻ ബിജുക്കുട്ടൻ ഇടയ്ക്ക് എന്തോ ദേഷ്യം തീർത്ത് ഇവിടെ 2 അടിയൊക്കെ കൊടുത്തു. ഇല്ല സിനിമയിലുള്ളതാ. അല്ല അഭിനയിക്കല്ല ജീവിക്കായിരുന്നു. അടിക്കാനൊക്കെ ശ്രമിച്ചു, രണ്ടടി പോയി. രണ്ടും കിട്ടിയില്ല. ആ കൊച്ചിനെ അറിയായിരുന്നു പുറകിൽ ഇങ്ങനെ ഒരെണ്ണം വരും, അതുകൊണ്ടൊന്ന് തള്ളിയാ നിന്നത്. ഇനിയിപ്പോ അടുത്ത മത്സരം എന്ന് പറയുന്നത് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ബൈജുവേട്ടനും ആഘോഷയോടെ കാത്തിരിക്കുന്ന സുബി ബൈജുവേട്ടൻ പേർ തമ്മിലുള്ള ഒരു യുഗ്മഗാനമാണ്. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിനീ കവിതയുമായി എന്റെ ഗാനം നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മറന്നു വരും. എങ്ങനെ 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 കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിനീ കവിതയുമായി എന്റെ ഗാനം. ഇത് അടിയല്ല പിടിത്തോളൂ. അടിക്കാൻ വേണ്ടിട്ട് മാത്രം വന്നതുപോലെ കൊങ്കുമമോ അത് കേൾക്കാൻ ഏതായാലും അടിക്കാൻ വേണ്ടി തന്നെ ഓക്കെ, എന്തായാലും ഗംഭീരമായിരുന്നു. മതി മതി. ഏതായാലും മനോഹരമായ 2 ടീമുകളുടെ മത്സരം, ഇടിയും ചിരിയും തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ മേളക്കൊഴുപ്പ് ഇപ്രാവശ്യം എല്ലാ പ്രേക്ഷകർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ഗെയിമുകളാണ് നമ്മളിവിടെ കണ്ടത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആ ടെമ്പോ ഇങ്ങനെ കീപ്പ് ചെയ്ത് നമ്മുടെ ഇടി ടീമും നമ്മുടെ ചിരി ടീമും മേളക്കൊഴുപ്പ് വർണ്ണക്കാഴ്ച നിങ്ങൾക്ക് സമ്മാനിച്ചു. ഇന്ന് ഈ വർണ്ണക്കാഴ്ചയുടെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു നല്ല പാട്ടുകൾ, ഇപ്പോൾ എല്ലാവരും പാട്ടുകാരാണ്, രസകരമായ പാട്ടുകൾ ഇവിടെ പാടി. അപ്പോൾ ഒരു ചെയിൻ സോങ് എല്ലാ പാട്ടുകളും കോർത്തിണക്കിക്കൊണ്ട്, സമയമില്ലെങ്കിൽ പോലും എല്ലാ പാട്ടുകളും കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഈ വർണ്ണശബളമായ ഓണക്കാഴ്ചയ്ക്ക് ഇന്ന് ഞങ്ങൾ വിട പറയുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നല്ലൊരു ചെയിൻ സോങ്. കുടമുല്ലപ്പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അനരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ആരാണ് അങ്ങേ കടലിൽ പല്ലിയുറങ്ങാൻ ഭൂപരി പോണതാണ് നാടൻ പുഞ്ചയിലെ
കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു കണ്ണേ കുയിലാടു കൊട്ടു വേണം കുര വേണം കുരവ വേണം ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ലഗദേ ഓ ദിത്തിത്താരാ കുഞ്ഞോളങ്ങൾ മാടി മാടി വീശിക്കാരുന്നു ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ലഗദേ ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ലഗദേ പമ്പയിലെ കുഞ്ഞോളങ്ങൾ മാടി മാടി വിളിക്കുന്നു ജനൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ലഗദേ ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ലഗദേ എനിക്കൊരു കാര്യം പറയാം. നമ്മളെല്ലാരും കൂടെ നല്ലൊരു ഒരു കൂട്ടമായിട്ട് പാട്ടാ പാടിയത്. എനിക്ക് ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടണം അല്ല ഒരു പാട്ട് ശരി ശരി എന്തായാലും രഘുചേട്ടൻ ഒരു കാര്യമുണ്ട് കാര്യം രഘുചേട്ടൻ ഇത്രയും നമ്മളെ പാടി നമ്മളെ എന്താ പറയുക അതുപോലെ അദ്ദേഹം നല്ല മനോഹരമായിട്ട് പാടി അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ നമ്മൾക്ക് എല്ലാവരും ആ സീറ്റിലേക്ക് സുബി സുബി ഇവിടെ ഇരിക്കും பூமாலை வாங்கி வந்த பூக்களில்லை போதையில் பாதையில் എന്നെ കളഞ്ഞിട്ട് പോയോ അയ്യോ ഒരു വള്ളവോ ബോട്ടോ ഏതെങ്കിലും പറഞ്ഞ എനിക്ക് തന്നിട്ട് പോടാ മഹാഭാവികളെ അയ്യോ